ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുമായി തർക്കിക്കാനോ അതില്ലെങ്കിൽ ഞങ്ങളുടെ ഭൂമി നഷ്ടപ്പെടുമെന്ന് പ്രയാസപ്പെടുന്ന നിങ്ങളോട് വന്നിട്ട് നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കാൻ വേണ്ടി വന്ന ആളല്ല ഞാൻ. ഇതിൽ ഞാനോ അതിൽ ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞു എന്തോ വലിയ അപരാധമായി വഖഫ് ഭൂമി സംരക്ഷിക്കപ്പെടണമെന്ന് വഖഫ് മഹല്ല് കൂട്ടായ്മയുടെ യോഗത്തിൽ ഒരു പത്രക്കുറിപ്പ് കൊടുത്തത് വലിയൊരു അപരാധമായി. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പരിപാവനമായ ആ വഖഫ് ഭൂമി അത് ഈ മുനമ്പത്ത് മാത്രമല്ല, മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് പല ആളുകളും ഇവിടെ വന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന കൃത്യമായ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് വഖഫ് ഭൂമിയാണ്. ഇതേപോലെ തന്നെ ആയിരക്കണക്കിന് ഏക്കർ വഖഫ് ഭൂമികൾ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം അന്യാധീനപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളെപ്പോലെ ഇപ്പോൾ ഇവിടെ ഒരു 75% ക്രിസ്ത്യൻ സഹോദരങ്ങളും ഒരു 25% ഹിന്ദു സഹോദരങ്ങളാണ്. മുസ്ലിങ്ങളായിട്ടുള്ള ഇവിടുത്തെ സമ്പന്നന്മാർ, ഞാനത് ആരുടെയെങ്കിലും പേരൊന്നും പറയുന്നില്ല, ഇവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ളവർ ഈ പറയപ്പെടുന്ന രീതിയിൽ വഖഫ് ഭൂമി കയ്യേറിയിട്ടുണ്ട്, അവർ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഈ പറയപ്പെടുന്ന മുഴുവൻ വഖഫ് ഭൂമികളും തിരിച്ചു പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പറയപ്പെടുന്ന വഖഫ് സംരക്ഷണ സമിതിയും വഖഫ് സംരക്ഷണ വേദിയും ഈ പറയപ്പെടുന്ന VS അച്യുതാനന്ദന്റെ ഭരണകാലത്ത് 2006 കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നപ്പോൾ അന്നത്തെ മിനിസ്റ്റർ പാലോളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ആ കമ്മിറ്റിയുടെ മുമ്പിൽ, ആ ഗവൺമെന്റിന്റെ മുന്നിൽ ഈ പറയപ്പെടുന്ന ചെറായിലെ വിഷയം മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല, ഈ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് ഏക്കർ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്, കയ്യേറ്റം ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയപ്പെടുന്ന നിസാർ കമ്മീഷൻ എന്ന് പറയുന്ന, ഞാൻ അദ്ദേഹമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ഒരാളാണ്. നിസാർ കമ്മീഷൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. നിസാർ കമ്മീഷനെ ഈ പറയപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ VS അച്യുതാനന്ദൻ ഗവൺമെന്റ് നിശ്ചയിക്കുകയും 2009 ആ നിസാർ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവരികയും ആ നിസാർ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഈ പറയപ്പെടുന്ന ചെറായിലെ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് വളരെ കൃത്യമായ രീതി, നേരത്തെ അദ്ദേഹം പറഞ്ഞപ്പോൾ നിസാർ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഈ മുനമ്പം ഭൂമി വഖഫ് ഭൂമി അല്ല എന്നാണ് പറഞ്ഞതെന്നുള്ളത് പച്ചക്കളവാണ്. വഖഫ് ഭൂമിയാണ്. ആ നിസാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഞാൻ അയച്ചുതരാം. ഞാൻ പറയട്ടെ ഒരു മിനിറ്റ്. അദ്ദേഹം ഈ ചർച്ചയിൽ തുടക്കം മുതൽ ഇങ്ങനെ ഒരു ദൈക്ഷണികമായിട്ടുള്ള സത്യസന്ധത ഇല്ലായ്മ പുലർത്തുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ അങ്ങനെ സാധാരണ വ്യക്തിപരമായി സംസാരിക്കുന്ന ആളല്ല. ഇപ്പം അങ്ങ് പറഞ്ഞത് എന്താ, അതായത് ഞാൻ വഖഫ് എന്ന് പറയുന്ന പരിഭാവനമായിട്ടുള്ളൊരു നിയമം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്, അതുകൊണ്ട് വഖഫ് ഭൂമി തിരിച്ചുപിടിക്കണം എന്നുള്ള പൊതു ആവശ്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അങ്ങ് പറഞ്ഞത്. ഒരു മിനിറ്റ് എന്നെ പറയാൻ അനുവദിക്കൂ. ഇത് നവംബർ 21 ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ്. In the Munambam case, the land was actually handed over for educational purpose and the Farooq College authorities illegally sold the land to third parties. Section 32 of Waqf Act clearly states that such land should be reclaimed by the Waqf Board. Once the land is reclaimed, it should be used for the original purpose, said Samadi convener Advocate Mujib Rahman. ഇത് മുനമ്പത്തെ ഭൂമിയെ പറ്റി തന്നെ അങ്ങ് പറഞ്ഞതാണ്. അതായത് ഈ നിയമത്തിലെ സെക്ഷൻ 32 പ്രകാരം ഈ ഭൂമി അത് തിരിച്ചു പിടിക്കുകയും അതിൻ്റെ ഒറിജിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും വേണമെന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരെ മുഴുവൻ കുടിയിറക്കിയിട്ട് ഫാറൂഖ് കോളേജിന് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സമ്മതിക്കണമെന്നാണ് അതിന്റെ പച്ച മലയാളം. അങ്ങനെ മുനമ്പത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾ നടത്തിയിട്ടുള്ള പത്രപ്രസ്താവനയാണിത്. രണ്ടാമത്തെ കാര്യം, ഹൈക്കോടതിയാണ് ഇത് സ്റ്റേ ചെയ്തത്. അത് ഹൈക്കോടതിയുടെ തീരുമാനമാണ് പറഞ്ഞു. ഹൈക്കോടതി എന്തുകൊണ്ടാണ് സ്റ്റേ ചെയ്തത്? ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം അറിയുന്നില്ലല്ലോ. അതായത് 2009 MA നിസാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ഭൂമികൾ തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ ആരംഭിക്കണം എന്ന് VS അച്യുതാനന്ദൻ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2016 ഹൈക്കോടതിയിൽ ഒരു കേസ് കിടക്കുന്നുണ്ട്. ഹൈക്കോടതി ആ റിപ്പോർട്ടിലുള്ള തീരുമാനങ്ങൾ നടപ്പാക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അതിനുശേഷം 2019 വഖഫ് ബോർഡ് ഈ ഭൂമി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ടല്ലോ. രജിസ്റ്റർ ചെയ്യുമ്പോൾ സൊസൈറ്റികൾക്ക് മാത്രമേ, ട്രസ്റ്റുകൾക്കോ സൊസൈറ്റികൾക്കോ മാത്രമേ സെക്ഷൻ 41 പ്രകാരം നോട്ടീസ് കൊടുക്കണ്ടു. സ്വകാര്യ വ്യക്തികൾക്ക് നോട്ടീസ് കൊടുക്കാൻ നിയമത്തിൽ പറയുന്നില്ല. അതും വഞ്ചനയാണ്. നിങ്ങൾക്ക് ആർക്കും നോട്ടീസ് കിട്ടിയിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നോട്ടീസ് കിട്ടേണ്ട ആവശ്യമില്ല. ഈ നിയമത്തിൽ തന്നെ 54 പ്രകാരം, സെക്ഷൻ 54 പ്രകാരം എൻക്രോച്ച്മെന്റ് ഒഴിപ്പിക്കാനുള്ള അധികാരം സിഇഒക്ക്. സിഇഒ നിങ്ങൾക്ക് നാളെ നോട്ടീസ് തന്നു കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ ഇറങ്ങേണ്ടി വരും എന്നുള്ളത് ഈ നിയമത്തിലെ പ്രൊവിഷനാണ്. 2013 അമെന്റ്മെന്റ് പ്രകാരം ഒഴിഞ്ഞു കൊടുക്കാൻ കൂട്ടാക്കാതിരുന്നു കഴിഞ്ഞാൽ എൻക്രോച്ച്മെന്റ് നടത്തിയിട്ടുള്ള ആൾക്കാർക്ക് 2 വർഷം വരെ തടവിനുള്ള വകുപ്പുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു പോസ്റ്റ് ഓഫീസ് ഒഴിയാൻ സമ്മതിക്കാതിരുന്നതിന് 2 ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിന്റെ ക്രിമിനൽ നടപടി എടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള കേസിൽ അത് 2013 മുന്നേ നടന്ന സംഭവം ആയതുകൊണ്ട് റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഇല്ല എന്ന് പറഞ്ഞത്. അതായത് ആളുകളെ ഒഴിപ്പിക്കാൻ മാത്രമല്ല അവർക്കെതിരെ കേസ് എടുത്തിട്ട് അവരെ ജയിലിലിടാനുള്ള വകുപ്പ് പോലെ ഈ വഖഫ് നിയമത്തിൽ
നിയമത്തിലുണ്ട്. അപ്പോ സർക്കാർ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ എന്ന് പറഞ്ഞു, തൽക്കാലം അവരെ നികുതി അടയ്ക്കാൻ അനുവദിക്കാൻ പറഞ്ഞു. അത് വാക്കാലാണ് പറഞ്ഞത്, ഉത്തരവിറക്കിയിട്ടല്ല പറഞ്ഞത്. അതിനെതിരെ ഇവർ വീണ്ടും ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി സർക്കാരിനോട് ആരാഞ്ഞു, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്, ഏത് ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു ഓർഡറിന്റെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞത്, അവിടുത്തെ ക്രമസമാധാന നില പരിഗണിച്ചുകൊണ്ട് വാക്കാൽ നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഉത്തരവിറക്കിയതിന്റെ മുകളിൽ വാക്കാൽ നിർദ്ദേശം കൊടുത്താൽ വാക്കാൽ നിർദ്ദേശം നിലനിൽക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഹൈക്കോടതി ആ തീരുമാനം സ്റ്റേ ചെയ്തത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അത് സ്റ്റേ ചെയ്യുന്നതിന് മുമ്പേ പിന്നെ ഹൈക്കോടതിയുടെ തന്നെ സിംഗിൾ ബെഞ്ച് നികുതി അടയ്ക്കാൻ അനുവദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കോടതിയുടെ ഉത്തരവല്ലേ?